Hi, good morning, everyone. Good morning. Good morning. ഡിമാജിക്കിന്റെ 2249 സൂം മീറ്റിംഗിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് കോയിൻസ് ആൻഡ് ചോയ്സ് ഷേപ്പിംഗ് യുവർ ടുമോറോ. സോ ലാസ്റ്റ് വീക്ക് എടുത്ത സെഷന്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെയാണ് ഈ സെഷൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലെ? Audible ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ ഓഡിയോയിൽ എന്തെങ്കിലും ഒരു ഇത് തോന്നുന്നുണ്ടോ ഒന്ന് പറയണേ. ക്ലിയർ ആണോ, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? എല്ലാവർക്കും ഓഡിബിൾ അല്ലെങ്കിൽ? ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ ലാസ്റ്റ് വീക്ക് സംസാരിച്ചത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? അതൊന്ന് നമുക്ക് റീകോൾ ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ലാസ്റ്റ് വീക്ക് നമ്മൾ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തതെന്ന്? ക്ലാസ്സില് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട്, എമർജൻസി ഫണ്ട്, നമ്മളെ സേവിങ്സ് അങ്ങനെ ഒന്ന് ചെയ്താൽ ഭാവിയിൽ നമ്മളെ ജീവിതം സുരക്ഷിതമാവും എന്നുള്ള രീതിയിലുള്ള ഒരു ചിട്ടയായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ഓക്കെ, താങ്ക് യു മനസ്സിലാ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ എന്താണ് പണം, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മണി യൂസ് ചെയ്യുന്നത്, അത് നമ്മുടെ ലൈഫിലുള്ള പണത്തിന്റെ പ്രാധാന്യം, അത് എങ്ങനെയാണ് നമ്മളത് യൂസ് ചെയ്യേണ്ടത്, അതിന്റെ ഗുഡ് ഹാബിറ്റ് എന്തൊക്കെയാണ്, ബാഡ് ഹാബിറ്റ് എന്തൊക്കെയാണ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു എമൗണ്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് നമ്മൾ എങ്ങനെ സേവ് ചെയ്യണം, എത്ര നമ്മൾ വാണ്ട്സിലേക്ക് നീഡ്സിലേക്ക് മാറ്റണം, അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അങ്ങനെയുള്ള ഫിനാൻഷ്യൽ തട്ടിപ്പുകളെ പറ്റിയിട്ടും അവിടെ നമ്മൾ എങ്ങനെയാണ് കെയർഫുൾ ആയിട്ട് ഓരോ സ്റ്റെപ്പ് എടുക്കേണ്ടത് അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ക്ലാസ്സിൽ ഞാൻ മണി ആൻഡ് റിലേഷൻഷിപ്പ് അതും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അതായത് ഇപ്പൊ നമ്മുടെ ലൈഫിൽ പൈസ ഇപ്പൊ നമുക്കുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളോട് ചോദിക്കേണ്ട അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ടാവും. ഒരു റിലേഷൻഷിപ്പില് സാമ്പത്തികം വന്നു കഴിയുമ്പോൾ, സാമ്പത്തികം ഇടപാട് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിൽ ഒരുപാട് സൂക്ഷിക്കേണ്ടതുണ്ടാവും അല്ലേ? കാരണം ചില പ്രശ്നങ്ങൾ അതിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഒരിക്കലും എനിക്കൊരു പേഴ്സണലി തോന്നിയ കാര്യം, ഒരു ബന്ധം ഒരിക്കലും നമ്മളൊരു അഡ്വാൻറ്റേജ് ആയി എടുത്ത് നമ്മൾ കടം വാങ്ങുകയോ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാട് നടത്തുകയോ ചെയ്യുന്നത് അത് കുറച്ച് കെയർഫുൾ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരാളുമായിട്ട് കണ്ടു, പരിചയപ്പെട്ടു, ജസ്റ്റ് നമ്മളെ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ചില കേസുകളിൽ കാണാം, ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കുറച്ച് അടുത്ത കാലങ്ങളായിട്ട് ഇതിലൊരാൾ നമ്മളോട് ചിലപ്പോൾ നമ്മളോട് ഇങ്ങോട്ടോ അല്ലെങ്കിൽ നമുക്കോ അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നിരിക്കാം, എമൗണ്ട് കടമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഇടപാടിലേക്ക് പോകുന്നത്. അത് എനിക്ക് തോന്നുന്ന കാര്യം, അത് ആ ഒരു റിലേഷൻഷിപ്പിന് ഒരിക്കലും അത് നല്ലതായിട്ട് തോന്നുന്നില്ല. കാരണം നമ്മളൊരു റിലേഷൻഷിപ്പ് ഒരിക്കലും നമ്മൾ എമൗണ്ട് വാങ്ങാനും കൊടുക്കാനും അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അത് വളരെ കെയർഫുൾ ആയിരിക്കണം. രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് നമ്മുടെ പണത്തിന്റെ കാര്യം, പിന്നെ ഒന്ന് നമ്മുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം. അതുപോലെ തന്നെ നമ്മൾ ആൾക്കാരിൽ നിന്ന് ഒരിക്കലും അഡ്വാൻറ്റേജ് എടുക്കരുത്. അതൊരു നമുക്കൊരു സിവിക് സെൻസ് രീതിയിൽ, അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കോമൺ സെൻസ് രീതിയിൽ നമുക്ക് പറയാം. നമ്മളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അത് നമ്മൾ ഒരിക്കലും അഡ്വാൻറ്റേജ് എടുക്കാൻ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ മുതലെടുപ്പ് നടത്താൻ പാടില്ല പണത്തിന്റെ പേരിൽ. ഒരു പക്ഷെ അവർക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ടോ നമുക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടോ നമ്മൾ അവർക്ക് പണം കൈമാറുന്നുണ്ടാവും. ഈ കേസുകളൊക്കെ ഞാൻ പറയുന്നത് നമുക്ക് പിന്നീട് തിരിച്ചു കിട്ടാത്തത്, അല്ലാതെ ഇപ്പൊ പെട്ടെന്നൊരു എമർജൻസി വരുമ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്നതോ ബന്ധുക്കൾക്ക് കൊടുക്കുന്നതോ അങ്ങനെയല്ല, അല്ലാതെ രീതിയിലുള്ള റൊട്ടേഷൻസ് നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഒരിക്കലും നമ്മുടെ ഒരു റിലേഷൻഷിപ്പും പണത്തിന്റെ മേലെ
കെട്ടിപ്പടുക്കാൻ ശ്രമിക്കരുത്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണമുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇത് ഏത് റിലേഷൻഷിപ്പും ആവാം, ഫ്രണ്ട്സുമായിട്ടുള്ളത്, റിലേറ്റീവ്സുമായിട്ടുള്ളത്, ഏത് റിലേഷൻഷിപ്പും ആവാം. പണമാണ് അതിന്റെ ആ റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തുന്നതെങ്കിൽ അവിടെ നമ്മൾ കെയർഫുൾ ആയിട്ടിരിക്കുക. കാരണം ഒരു ബന്ധവും പണത്തിന്റെ മേലെ നമ്മൾ കെട്ടിപ്പടുക്കുന്നത് അതത്ര സേഫ് ആയിരിക്കില്ല. മുന്നോട്ട് പോകുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരു മിനിറ്റ്. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും തോന്നിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട് 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 നമ്മള് മാഡം. പണത്തിന് മുകളിൽ കെട്ടിപ്പടുക്കുന്ന ബന്ധങ്ങൾ. ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഒരു സജഷൻ പോലെ, അല്ലെ എന്താണ് നമുക്ക് തരാനുള്ള ഒരു അഡ്വൈസ് പോലെ എന്ത് പറയാൻ പറ്റും നമുക്ക് പൈസ കാര്യങ്ങള്? ആരെങ്കിലും പൈസ ചോദിച്ചാ ഇല്ല എന്ന് പറയണതാണ് അപ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്കൊരു ശത്രുത അവരുമായിട്ട് ഉണ്ടാവൂല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കൊടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ച് നമ്മുടെ പൈസ തന്നെ നമ്മൾ തിരിച്ച് ചോദിക്കും, പിന്നെ അതൊരു വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക്. അത് പിന്നെ ശത്രുതയിലോട്ട് പോകും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആ സമയത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അപ്പോൾ അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് കൂടി ആയിരിക്കും നമ്മൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാൻ കാര്യം. പിന്നെ നമ്മൾ നമ്മുടെ ചുറ്റുപാടും കാണുന്നത്, നമ്മുടെ സുഹൃത്തുക്കളിൽ കാണുന്ന ചില കാര്യങ്ങളുണ്ടാവും. അതൊക്കെയാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ മണി ആൻഡ് റിലേഷൻഷിപ്പ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ സ്ലൈഡ് വിസിബിൾ ആണോ? ഓക്കെ, ഇതാണ് നമ്മൾ സംസാരിച്ച മണി ആൻഡ് റിലേഷൻഷിപ്പ്. അത് പല രീതിയിലും നമ്മളെ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പണം കൊടുത്ത് നേടുന്ന ഒരു ബന്ധങ്ങളും അതേ കാലം നിലനിൽക്കില്ല. പണം തീരുമ്പോൾ ആ ബന്ധങ്ങളും അവിടെ അവസാനിക്കും. പിന്നെ ഇപ്പോ മാം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നോ പറയാനുള്ള ഒരു സാഹചര്യമൊക്കെ വന്നു എന്ന് വിചാരിക്കട്ടെ. അപ്പൊ നമുക്ക് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുമില്ല. നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. ചിലരുടെ അടുത്ത് നമുക്ക് ഒറ്റയടിക്ക് നോ പറയാൻ ബുദ്ധിമുട്ടുള്ളതുണ്ടാവും. മേ ബി നമുക്ക് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കാരണമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളോ, അങ്ങനെ ഒരു കേസുകളിൽ നമുക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ട് എങ്ങനെ നോ പറയാമെന്ന് നോക്കാം. അതിൽ നമുക്ക് ആദ്യം ഇതൊക്കെയെന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന കേസുകൾ നമുക്ക് പണം ഇതുവരെ തിരിച്ചു തരാത്ത ആൾക്കാരാട്ടോ. ഒരിക്കലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ഫിനാൻഷ്യലി നല്ല ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പോ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഹെൽത്തി ആയിട്ട് പണം എക്സ്ചേഞ്ച് ചെയ്യുന്ന, റൊട്ടേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ കേസുകളിലല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത, പക്ഷെ നമുക്ക് നോ പറയാനും പറ്റാത്ത ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ട് എങ്ങനെ നോ പറയാൻ നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ പറയാം, ഇപ്പൊ എന്റെ കയ്യില് എമൗണ്ട് ഇല്ല, അല്ലെങ്കിൽ ഈ ഒരു മാസത്തേക്കുള്ള, ഇപ്പൊ കറന്റ് എനിക്ക് ആ ഒരു എക്സ്പെൻസിനുള്ള എമൗണ്ട് മാത്രമേ ഞാൻ എന്റെ കയ്യിൽ എടുത്തു വെച്ചിട്ടുള്ളൂ, ബാക്കി എന്റെ കയ്യിലില്ല, പല സ്ഥലങ്ങളിലും ലോക്ക്ഡ് ആണ്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ ഇൻവെസ്റ്റ്മെന്റിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമിലേക്ക് ലോക്ക്ഡ് ആയിട്ടാണുള്ളത്, അല്ലെങ്കിൽ നമുക്ക് മറ്റു ചില സാമ്പത്തിക ബാധ്യതകളുണ്ട്, അത് കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ പണമില്ല എന്ന് നമുക്ക് പറയാം. പിന്നെ വേറൊരു കാര്യം പറയാൻ എന്താന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. ഞാൻ പേഴ്സണലി ആർക്കും അങ്ങനെ എമൗണ്ട് കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഇല്ല. അത് ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു റൂള് വെച്ചിരിക്കുന്നതാണ്. അത് കൊടുക്കാനും വാങ്ങാനും എനിക്ക് താല്പര്യമില്ല. അത് അപ്പൊ നമുക്ക് പറയാം, നമ്മുടെ റിലേഷൻഷിപ്പിൽ അത് മേ ബി ഒരു വിള്ളൽ ഉണ്ടാക്കിയേക്കാം, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചേക്കാം. അതുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന ഒരു റൂളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ല പിന്നെ നമുക്ക് അവർക്ക് മറ്റ് എന്തെങ്കിലും ഓപ്ഷൻസ് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പം എത്ര എമൗണ്ടേ ഉള്ളൂ, ഇപ്പൊ എൻ്റെ കയ്യിൽ നിങ്ങളെ സഹായിക്കാനുള്ള പണമില്ല, പക്ഷെ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ വഴികൾ പറഞ്ഞുതരാം. ലോൺ എടുക്കാനോ അല്ലെ വേറെ എന്തെങ്കിലും വഴികളിലൂടെ പലിശയ്ക്ക് എടുക്കുന്നോ, അങ്ങനെ എന്തെങ്കിലും ടിപ്സുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് നോ പറയുന്ന ഒരു കാര്യമാണ്, അവരെ സഹായിക്കുന്നതല്ല. എങ്ങനെ നമ്മൾ നോ പറയാന്നാണ് ഇവിടെ നോക്കുന്നത്. ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുള്ള കേസുകളാട്ടോ. നമുക്ക് അവർ തിരിച്ചു തരില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള കേസുകളിലാണ് ഇതൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. ഞാനും കുറച്ച് കടത്തിലാണ്, സോറി, അതുകൊണ്ട് എനിക്കിപ്പോ തരാൻ കഴിയില്ല, അങ്ങനെ പറയാം. അല്ലെ നമുക്ക് പറയാം, നിങ്ങൾ ഇതിന് മുന്നേ വാങ്ങിയ കുറച്ച് എമൗണ്ട് ഉണ്ട്, അതെനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമുക്ക് പൊളൈറ്റ്ലി അവരെ ഓർമ്മിപ്പിക്കാം, അതൊരു ഓപ്ഷനാണ്.
ഇപ്പൊ കയ്യിൽ എന്തെങ്കിലും ഒരു രൂപ പോലും ഇല്ല, എന്റെ ആവശ്യങ്ങൾക്കായി എടുത്തുപോയി. അങ്ങനെ പല രീതിയിൽ നമുക്കിത് നമ്മുടേതായ രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ട് പറയാം. നമ്മൾ നോ പറയാൻ മടിക്കുന്നത് കാരണം ഒരുപക്ഷെ നമ്മൾ വീണ്ടും ഈ ഒരു കടക്കെണിയിലേക്ക് പോവുകയും ആ റിലേഷൻഷിപ്പ് ഞാൻ ഇതിന് നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു രീതിയിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ വേറൊരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരള സമൂഹത്തിൽ അല്ലെ ഇന്ത്യയിൽ നമ്മൾ കാണുന്ന കുറച്ച് ലക്ഷറി ലൈഫുകളെ പറ്റിയിട്ടായിരുന്നു. അതായത് ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ളവർ അല്ലെ നമ്മുടെ സമൂഹത്തിലുള്ളവര് കാറ് വാങ്ങുക, അല്ലെ നല്ലൊരു വീട് വെക്കുക, ഇതിനെ പറ്റിയിട്ടൊക്കെയായിരുന്നു നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ കൂടെയുള്ള മറ്റൊരു വലിയ എന്താ പറയാ, നമുക്ക് വലിയൊരു കാര്യം തന്നെ പറയാം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇപ്പം ഒരു സോഷ്യൽ നോം വെച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ഒരു സാമൂഹിക മാനദണ്ഡം വെച്ച് പറയുകയാണെങ്കിലുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് കല്യാണം. കാറും വീടും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത്, ഒരു പക്ഷേ കാർ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും വരിക, കല്യാണമായിരിക്കും. കല്യാണത്തിന്റെ പേരില് ഒരു വ്യക്തിന്റെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യങ്ങളും ചെലവാക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ സമ്പാദ്യമായിരിക്കില്ല, നമ്മൾ കടമായിട്ടെടുത്തിട്ട് ഈ കല്യാണം നടത്തുന്ന ആ ഒരു രീതിയും കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലിപ്പം കേരളത്തിലെ കേസ് പറയുകയാണെങ്കിൽ 14 ജില്ലകളുണ്ട്. പക്ഷെ നമുക്കറിയാം, നമ്മളെല്ലാവരും ഓരോ ജില്ലകളിൽ നിന്നുള്ള, പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇന്ന് ഈ ക്ലാസ്സിലിരിക്കുന്നത്. ഓരോ ജില്ലയിലെ ഓരോ സ്ഥലങ്ങൾ എടുത്തു നോക്കിയാൽ ഓരോ സ്ഥലത്തും ഉള്ള രീതി ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ കല്യാണമാണെങ്കിലും ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളാണെങ്കിലും പല രീതിയിൽ ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ആൾക്കാരുടെയും ചിന്താഗതിയും വ്യത്യസ്തമായിരിക്കും. നമ്മൾ ജനിച്ചു വളർന്നത്, നമ്മൾ എന്താ പറയാ, ഓരോ ദിവസം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാര്, നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മുടേതായ ചില ആറ്റിറ്റ്യൂഡും ചിന്താഗതികളും ഒക്കെ കൊണ്ടത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഈ കല്യാണത്തിന്റെ കാര്യം വന്നു കഴിയുമ്പോൾ നമ്മൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ നോക്കുകയാണെങ്കിൽ ഓരോ ജില്ലകളിലും ഡിഫറെന്റ് ആയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. ചില ജില്ലകളിൽ പറയുന്നത് കേൾക്കാം, മിനിമം മിനിമം 10 ലക്ഷം രൂപ വേണം ഒരു കല്യാണം നടത്താൻ. പക്ഷെ ഈ 10 ലക്ഷം രൂപ ഒരിക്കലും അവരുടെ സമ്പാദ്യത്തിൽ ഉണ്ടാവുന്നതായിരിക്കില്ല. ഇത് കടം വാങ്ങുവോ അല്ലെങ്കിൽ ചിട്ടിപ്പൈസ, അങ്ങനെ പല രീതിയിൽ. ചില കേസുകളിൽ മാതാപിതാക്കള് കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോൾ മുതൽ സ്വരുക്കൂട്ടി വെക്കുന്ന എമൗണ്ട് ആയിരിക്കും. ആ എമൗണ്ട് ആയിരിക്കും ഇവര് കല്യാണത്തിന് യൂസ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ ചില കേസുകളിൽ ഇപ്പം നമ്മുടെ എന്താ പറയാ, സോഷ്യലി കണ്ടുവരുന്ന കല്യാണങ്ങൾ അതിന്റെ ട്രെൻഡിനൊപ്പം പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരുപാട് എന്താ പറയാ, സാമ്പത്തിക ബാധ്യതകൾ നമ്മളിലേക്ക് വന്നു ചേരുന്നുണ്ട്. ഇപ്പോ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ കല്യാണം ആണെങ്കിൽ പോലും നമ്മൾ ആ സമയത്ത് നമ്മൾ ഒരുപാട് വൈകാരികമായി ചിന്തിക്കും. ആ ഒരു വൈകാരികമായി ചിന്തിക്കുന്നതിന്റെ പേരിൽ നമുക്ക് ഒരാളെയും കുറ്റപ്പെടുത്തുന്ന ഒരു ക്ലാസ് അല്ല, നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സൊസൈറ്റിയിൽ നമ്മുടേതായ രീതിയിൽ ഒരു കല്യാണം നടത്തി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെലവാണിത്. പിന്നെ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരു സാധാരണ കല്യാണം നടത്തുന്ന പോലെയല്ല. ഇപ്പോ ഒരു എയും ബിയും രണ്ടുപേരെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഈ എ എന്ന് പറയുന്നയാള് ഒരു കുഞ്ഞുണ്ടായപ്പോൾ മുതൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള സേവിങ്സ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. വേറൊരു സൈഡില് ഈ കുട്ടീന്റെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടുള്ള സേവിങ്സും അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റും കറക്റ്റ് ആയിട്ട് നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ കല്യാണം നടത്താൻ വേണ്ടി തന്നെ ആളുടെ കയ്യിൽ ഒരു 19 ലക്ഷം രൂപ ഉണ്ടാവും, അത് കല്യാണത്തിന് വേണ്ടി മാത്രം. അടുത്തത് സേവിങ്സ് എന്ന് പറയുന്നത് അത് ആ കുട്ടീന്റെ വിദ്യാഭ്യാസം, മുന്നോട്ടുള്ള ജീവിതം, അല്ലെ അവർക്ക് മുന്നോട്ടുള്ള ജീവിക്കാനുള്ള എന്തെങ്കിലും ബിസിനസ് പ്ലാൻ, എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും അതും വേറൊരു തുക ഉണ്ടാവും. ഇതിനു പുറമെ അവർക്ക് ജീവിക്കാൻ മറ്റൊരു ഇൻവെസ്റ്റ്മെന്റോ എന്തെങ്കിലും ഒരു ചുറ്റുപാടുണ്ടാവും. ഇതാണ് എന്റെ സാഹചര്യം. അപ്പൊ എ എങ്ങനെ കല്യാണം നടത്തും? ഈ 50 ലക്ഷം രൂപ കല്യാണം നടത്താൻ വേണ്ടി മാത്രം ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ അയാളെ സമ്പാദിച്ചു വെക്കുന്ന അയാളെ നമുക്ക് ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഓരോ കാര്യങ്ങളും നടക്കുന്നത് അവരുടെ കയ്യിലുള്ള സാമ്പത്തികമായിട്ടുള്ള വരുമാനത്തിന്റെ, അവരുടെ പ്ലാനിങ്ങോടും കൂടിയിട്ടാണ്. ഈ എ നന്നായി പ്ലാൻ ചെയ്തു, ഫിനാൻഷ്യലി ആള് നന്നായി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷെ അടുത്ത് ഞാൻ എക്സാമ്പിൾ പറയുന്ന ബീനെ പറ്റിയിട്ടാണ്. ഈ എക്കും ബിക്കും സാലറിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ വരുമാനത്തില്. പക്ഷെ എ എന്ന് പറയുന്നയാള് ഫിനാൻഷ്യലി വെൽ പ്ലാൻഡ് ആയിരുന്നു. നെക്സ്റ്റ് നമ്മൾ ബിയിലേക്ക് വരികയാണ്. ബിക്കും എന്റെ അത്ര സാലറി ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല സാലറി ഉള്ള ഒരു ജോബായിരുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബി നന്നായി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. യാതൊരുവിധ ഫിനാൻഷ്യൽ പ്ലാനിങ്ങും ബിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കേസില് കുട്ടിയുടെ കല്യാണം ബി എങ്ങനെ നടത്തും? ബി നോക്കുമ്പോൾ എ നടത്തിയ കല്യാണം നാട്ടിലെല്ലാം അറിയപ്പെടുന്ന വളരെ നല്ല രീതിയിലായിരുന്നു. ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ട് 2000 പേരെ വിളിച്ചിട്ടുള്ള വലിയ എന്താ പറയാ, നല്ല ലക്ഷറി സ്റ്റൈൽ ഒരു കല്യാണമായിരുന്നു എ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവര് നെയ്ബേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ ബി എന്ന് പറഞ്ഞ ആൾക്ക് ഉള്ളിൽ തന്നെ ഒരു ആഗ്രഹം ഉണ്ടാവും, എ അത്രയും നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ടാവുമ്പോൾ ഞാൻ കുറഞ്ഞത് ഇത്രയെങ്കിലും ഒന്ന് പിടിക്കണ്ടേ, അല്ലെ അവന്റെ മേലെ കുറച്ചെങ്കിലും ഒരു എത്തണ്ടേ. അപ്പൊ ബി എന്ത് ചെയ്യും? ബിന്റെ കയ്യിൽ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല. എങ്കിൽ പോലും ബി ഓടിപ്പോയിട്ട് ഒരു ലോൺ എടുക്കും, അല്ലെങ്കിൽ കയ്യിലുള്ള മറ്റെന്തെങ്കിലും
സ്വത്തുക്കളോ എന്തെങ്കിലും വിൽക്കുകയോ പണയപ്പെടുത്തുകയോ എന്തെങ്കിലും ചെയ്ത് ഈ അതേ ലെവലിൽ എ നടത്തിയ അതേ ലെവലിൽ ബി മാരേജ് നടത്താൻ നോക്കും. ഇവിടെയാണ് ഞാൻ ആ പറയുന്ന ഡിഫറൻസ്. ഇതിൽ രണ്ടുപേരും അവരവരുടെ ആഗ്രഹങ്ങളാണ് നടത്തിയത്. പക്ഷെ ഈ എന്റെ കയ്യിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ അയാൾ വെൽ പ്ലാൻഡ് ആയിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള സേവിങ്സും അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറയാ ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹം കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ബി എന്ന് പറയുന്ന വ്യക്തി അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, ആ മാരേജിന്റെ സമയമായപ്പോഴേക്കും നല്ല ഒരു ലോണിലേക്ക് പോവുക അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ബാധ്യതയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സ്റ്റെപ്പാണ് ഇപ്പൊ എടുത്തു വെച്ചിരിക്കുന്നത്. എയിനെ പോലെ കല്യാണം നടത്തുക, ഒരു മാരേജ് നടത്തുക. ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു എന്താ പറയാ അഭിമാന പ്രശ്നം പോലെ കാണുന്നത് പല ആൾക്കാരും ഉണ്ടാവും. ചിലർക്ക് അതൊരു അഭിമാന പ്രശ്നമായിരിക്കും. എന്റെ മകന്റെ അല്ലെ എന്റെ മകളുടെ കല്യാണം ഇത്ര ആളെ വിളിച്ചു വരുത്തി നടത്തണം, ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു മിനിമം ഒരു 2 ദിവസമെങ്കിലും ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കണം. അങ്ങനെ പല രീതിയിൽ ഇഷ്ടങ്ങളുള്ളവരും വൈകാരികമായിട്ടുള്ള ചിന്തകളുള്ള പല ആൾക്കാരുണ്ടാവും നമ്മുടെ ചുറ്റിലും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല് ഈ ഒരു കല്യാണത്തിന് ശേഷം ഈ ഫാമിലി അല്ലെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞ കുട്ടികളായിരിക്കാം, അവരാ മുതിർന്ന അവരായിരിക്കാം, ആരാണെങ്കിലും അവർ പോകുന്നത് വലിയൊരു കടബാധ്യതയിലേക്കാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ കാലത്ത് മിനിമം ഒരു കല്യാണം നടത്താൻ ആൾക്കാർ പറഞ്ഞു, ഞാൻ ജസ്റ്റ് ചോദിക്കുമ്പോൾ ഒരു ആവറേജ് എമൗണ്ട് പറയുന്നത് 10 lakh ആണ്. അപ്പൊ ഈ 10 ലക്ഷം രൂപ മുതൽ അല്ലെ അത് മിനിമം, അതിന്റെ മേലേക്കുള്ള ഒരു എമൗണ്ട് നമ്മൾ ലോണായിട്ടോ കടമായിട്ടോ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും ഒരു ടെന്യൂർ പീരീഡ് വെച്ചിട്ട് വരുന്ന എത്ര വർഷത്തേക്കായിരിക്കും അവർക്ക് ആ ബാധ്യത ഉണ്ടാവുക എന്നുള്ളത്. അത് മാത്രമല്ല, ഇത് നമുക്ക് ഇങ്ങോട്ടേക്ക് പ്രത്യേകിച്ച് വരുമാനം ഒന്നും തരുന്ന ഒരു കാര്യമല്ല. നമ്മൾ കാണിക്കുന്ന ഒരു ചടങ്ങാണിത്. നമ്മൾ സമൂഹത്തിന്റെ മുന്നിൽ കാണിക്കുന്ന ഒരു ചടങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന് ശേഷം ആ വീട്ടിലെ മാതാപിതാക്കളായിരിക്കാം, അല്ലെ കല്യാണം കഴിഞ്ഞ് പോയതോ അല്ലെ വന്നതോ ആയ അവരായിരിക്കാം ഈ ബാധ്യത മുഴുവൻ ഇവരുടെ ഒരു ഹെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അല്ലെ ഒരുമിച്ച് ആ വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ചായിരിക്കും പിന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവുക. പിന്നീട് ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എമർജൻസി ഫണ്ട് ഇല്ല, പ്രോപ്പർ സേവിങ്സ് ഇല്ല, അതിന് പുറമെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു കടം, ഇത് നമ്മളെ വല്ലാണ്ട് ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. ഇപ്പൊ നമുക്കറിയാം ഒരുപാട് എന്താ പറയാ കല്യാണങ്ങൾ പല രീതിയിൽ നടത്തുന്നുണ്ട്. എന്റെ ഉദ്ദേശം ഒരിക്കലും എല്ലാവരും രജിസ്റ്റർ മാരേജ് ചെയ്യണം, സിമ്പിൾ ആയിട്ട് കല്യാണം കഴിക്കണം അങ്ങനെയല്ല. പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുവരുന്നവരുണ്ട്. ഇപ്പൊ നടത്തിയ കല്യാണം നമുക്കൊരാൾക്കും പറയാൻ പറ്റില്ല നിങ്ങൾ എന്തിന് ഇത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. അത് അവരുടെ മണിയാണ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിയമപരമായിട്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഒരിക്കലും നമ്മുടെ ഈ ഇഷ്ടങ്ങൾ നമ്മളെ ഒരു കടബാധ്യതയിലേക്ക് തള്ളിവിടാതെ നോക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഇതാണ് ഈ ഒരു മാരേജ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നുണ്ട്, എന്തെങ്കിലും നിങ്ങൾ കണ്ട എന്തെങ്കിലും കാര്യങ്ങള്? മാം, നമ്മുടെ ഈ ട്രിവാൻഡ്രത്താണെങ്കിൽ പെണ്ണ് കാണാൻ വരുന്നവൻ കണക്ക് പറയും, ഇത്ര പവനിടണം, ഇത്ര സ്വത്ത് തരണം, ഇങ്ങനത്തെ മണ്ഡപത്തിൽ വെച്ച് വിവാഹം നടത്തണം. ഇതൊക്കെ ഇപ്പൊ കുട്ടികൾ സമ്മതിക്കണില്ല. പക്ഷെ ഒരു കാലഘട്ടം മുമ്പേ ഇങ്ങനെ പറയും, ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കല്യാണം നടക്കൂ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ചെന്ന ആ പെൺകുട്ടി അനുഭവിക്കുന്ന സങ്കടങ്ങള് ഇവിടെ പറഞ്ഞ് എന്ന് വെച്ചാൽ, അതല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ടെങ്കിലും നിങ്ങൾ ഇത്രയും വലിയ മണ്ഡപത്തിൽ വെച്ച് കല്യാണം നടത്തണം, ഇത്ര ആൾക്കാരെ ഞങ്ങൾ കൊണ്ടുവരും, അവർക്ക് ഊണ് കൊടുക്കണം. അപ്പോഴും വിചാരിക്കുക എന്തിനാ ഈ പെൺകുട്ടികളെ ഇങ്ങനെ വളർത്തുന്നത്. പക്ഷെ ഇപ്പോ കൂടുതൽ പെൺകുട്ടികൾ ഇവിടെ വിവാഹം കഴിക്കാതിരിക്കുകയാണ്, ഞങ്ങൾക്ക് മാരേജ് വേണ്ട എന്നുള്ള രീതിയിലേക്ക് അവർ ആ തീരുമാനത്തിലേക്ക് എത്തുന്നു. അതെ, മേഘാമാം പറഞ്ഞ കറക്റ്റ് ആണ്. പല സ്ഥലങ്ങളിലും അങ്ങനെ പല ആചാരങ്ങളും നടക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു. ഇപ്പൊ മേഘാമാം ട്രിവാൻഡ്രം എന്ന് പറയുന്നു, ഒരു പക്ഷെ ആലപ്പുഴ നോക്കുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും, തൃശ്ശൂർ നോക്കുമ്പോൾ അതിലും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ വയനാടാണ്, അവിടെയുള്ള രീതിയും വളരെ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ എങ്ങനെയാണെങ്കിലും അവസാനം മാഡം വന്നു ചേരുന്ന ഔട്ട്കം എമൗണ്ട് എന്നുള്ള ഇതിലേക്കായിരിക്കും. പണമായിരിക്കും ഇതിന്റെ ഔട്ട്കം. ട്രിവാൻഡ്രത്ത് കൂടുതലാണ്. മാഡം കൂടുതലാണല്ലേ? പറഞ്ഞത് ശരിയാ, കൂടുതലാണ്. എല്ലാം ഈ പറഞ്ഞതുപോലെ തന്നെ അവര് വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് ചെയ്യണം. പിന്നെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ പറയാം. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം തിരുവനന്തപുരം ജില്ലയിൽ കൂടുതലാണ്. ഞാൻ തിരുവനന്തപുരത്താണ്, നമ്മളിവിടെ കൂടുതലാണ്. ഓക്കെ ഓക്കെ. ഇതൊരു നമ്മൾ ഓരോ ജില്ല കച്ചവടമാണ് ഇവിടെ. മാരേജ് എന്ന് പറയുന്ന ഒരു കല്യാണം എന്ന് പറയുന്ന ഒരു കച്ചവടമാണ്. പയ്യൻ ചെന്ന് നോക്കും പെണ്ണിന്റെ വീട്ടിൽ എത്ര സ്വത്തുണ്ടെന്ന്. സ്വത്തുണ്ടെങ്കിൽ അവൻ അധികം ഒന്നും ചോദിക്കും, ഡിമാൻഡ് കാണില്ല. പക്ഷെ ഇല്ലാത്തടത്താണെങ്കിൽ കണക്ക് പറഞ്ഞ് വാങ്ങിക്കും. ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് ഇവിടെയൊക്കെ.
അതെ, നമ്മുടെ ആ ഒരു സിസ്റ്റം പല ജില്ലകളിലും പല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയും. ഇപ്പം ഞങ്ങളുടെയൊക്കെ ചെറിയൊരു വില്ലേജ് ആണ്. അപ്പൊ ഒരു കല്യാണം നടത്താൻ എന്റെ ഒരു മാരേജിന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. നമുക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താന്ന് പറഞ്ഞപ്പോൾ എന്റെ ബ്രദറിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. വേണ്ട, നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തിയാൽ മതി. അപ്പൊ നമ്മളൊരു ഓഡിറ്റോറിയം എടുക്കുമ്പം എനിക്ക് തോന്നുന്നു മിനിമം 1 ലക്ഷം രൂപ വേണം അല്ലേ? ഒരു ഓഡിറ്റോറിയം പ്ലസ് ഡെക്കറേഷൻ. അത് ഓരോ ജില്ലകളിലും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഞങ്ങളുടെ അവിടെ അത്രയും എമൗണ്ട് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് പോലും ഞങ്ങൾ വീടിന്റെ മുറ്റത്ത് ജസ്റ്റ് എന്താ പറയാ, എല്ലാം നന്നായി വൃത്തിയാക്കി അതിന്റെ മുന്നിൽ ഒരു പന്തലിട്ട് ഒരു കല്യാണം. പക്ഷെ അതൊന്നും ഇന്ന് ആരും അത്ര അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം ഇന്നുള്ള കുട്ടികൾക്കാണേലും എനിക്ക് തോന്നുന്നു അവർക്കും ഇഷ്ടം ഓഡിറ്റോറിയത്തിലേക്ക് വരണം. അതാ ഞാൻ പറഞ്ഞ ഈ ഒരു ട്രെൻഡ് ഉണ്ടാവുമല്ലോ, ഇപ്പൊ എല്ലാവർക്കും ഓഡിറ്റോറിയം, അതിന്റെ ഉള്ളിൽ നടത്തുന്ന ഡെക്കറേഷൻ. ഈ ഒരു ഡെക്കറേഷൻ എന്നൊക്കെ പറയുന്നതിന്റെ തുക തന്നെ എന്റെ മാരേജ് 3 വർഷം മുന്നേ വൈഫൈ പോയി. ആ കറണ്ട് വൈഫൈ പോയത്. ഹലോ, ഞാൻ ഓഡിബിൾ ആണോ? അപ്പൊ കേൾക്കാം. ഓക്കെ, സോറി കേട്ടോ, ഇവിടെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഡിസ്കണക്ട് ആയത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഒരു മാരേജിന്റെ വിഷയത്തെ പറ്റിയിട്ടാണ്. അപ്പൊ ആ ഒരു മാരേജിന്റെ ടൈമിൽ ഞാൻ എൻ്റെ ഒരു ഫിനാൻസ് കാര്യങ്ങൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വന്നൊരു ഐഡിയ ആണ്, ജസ്റ്റ് നമ്മൾ ആ ഒരു ഷോക്കേസിങ്, നമ്മുടെ മണ്ഡപം അല്ലെങ്കിൽ ആ ഒരു അലങ്കാരപരമായ കാര്യങ്ങൾ, ഡെക്കറേഷൻ, അതിനു വേണ്ടി തന്നെ ഒരു മിനിമം നമുക്ക് ചിലവാക്കേണ്ടി വരുന്നത് 1 lakh ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, ഇന്ന് ഈ ഒരു 2026 ഒരു മാരേജ് നടത്താൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട്. പക്ഷെ ഇതിന്റെ അർത്ഥം ഒരിക്കലും എല്ലാവരും ആഡംബരങ്ങളെല്ലാം ഒഴിവാക്കി എന്താ പറയുക, ഡെസ്റ്റിനേഷൻ വെഡിങ് അല്ലെ അങ്ങനെ ചെയ്യണമെന്നല്ല. നമ്മുടെ സാമ്പത്തികത്തിൽ, നമ്മുടെ വരുമാനത്തിൽ നമുക്ക് മുന്നോട്ട് എന്തൊക്കെ കിട്ടുമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് എന്തെങ്കിലും വരാനുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരു കാൽക്കുലേഷനോട് കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് കുറച്ചും കൂടി നല്ലൊരു പ്ലാൻ ആയിരിക്കും. ഇപ്പൊ പ്ലാനിങ് ഇല്ലാതെ നമ്മൾ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ചെലവ് അതൊരിക്കലും നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു ചെലവായിരിക്കില്ല. ഇത് നമ്മുടെ ഒരു പൊതുവെയുള്ള ഒരു മനുഷ്യന്റെ സൈക്കോളജി വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സമൂഹത്തിൽ കാണിക്കുന്ന ഒരു ഷോക്കേസിങ് ആണെന്ന് വേണേൽ പറയാം. കാരണം നമുക്കൊരു അഭിമാന പ്രശ്നം പോലെ ഒരു ഇങ്ങനെ രീതിയിൽ കല്യാണം നടത്തണം. പക്ഷെ ആ ഒരു ദിവസത്തെ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്ന ആ ഒരു തുക നമ്മുടെ ജീവിതത്തിലെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ ഒരു കടക്കെണിയിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നുണ്ടാവുക. അതിനെപ്പറ്റി ഒരിക്കലും ആ ഒരു സമയത്ത് ഒരുപക്ഷെ ആരും ചിന്തിക്കുന്നുണ്ടാവില്ല, ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഞാനും ഇങ്ങനെ ചെയ്യുന്നു, ആ ഒരു രീതിയിലേക്കായിരിക്കും ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പൊ അതായിരുന്നു വേറൊരു എക്സാമ്പിൾ നമ്മുടെ ഈ ഒരു ഫിനാൻസിനെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ ഒരു കാര്യത്തെ പറ്റി പറയുമ്പം ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എല്ലാവരും മുകേഷ് അംബാനിന്റെ വീട്ടിൽ നടന്ന മാരേജിനെ പറ്റി കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, നമ്മൾ ന്യൂസുകളിലും. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു മുകേഷ് അംബാനിന്റെ മാരേജിനെ പറ്റിയിട്ട്. അതിനെപ്പറ്റി കേൾക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോ വലിയൊരു എന്താ പറയാ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടക്കുന്ന വലിയൊരു ഫംഗ്ഷൻ ആയിരുന്നു അത്, അംബാനിന്റെ വീട്ടിലെ കല്യാണം എന്ന് പറയുന്നത്. നമ്മൾ മലയാളികൾ അല്ലെ നമ്മൾ മറ്റ് ഇന്ത്യയിലുള്ള മറ്റാൾക്കാരെ പോലെ ഒരിക്കലും കടം വാങ്ങിയിട്ടായിരുന്നില്ല അദ്ദേഹം ആ കല്യാണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു സാധാരണക്കാരന്റെ കാര്യം ഇവിടെ ചർച്ച ചെയ്തു. എയും ബിയും എടുക്കുകയാണെങ്കിൽ ഒരാള് അയാളുടെ കയ്യിലുള്ള എമൗണ്ട് വെച്ച് നടത്തുന്നു, മറ്റേ ആള് കടം വാങ്ങിയിട്ട് നടത്തുന്നു. പക്ഷെ മുകേഷ് അംബാനി അങ്ങനെയായിരുന്നു കല്യാണം നടത്തിയത്? ഒരിക്കലും അല്ല. ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലായത് അദ്ദേഹത്തിന്റെ ആകെ വരുമാനത്തിലെ 0.5% പോലും അദ്ദേഹം കല്യാണത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ എന്താ പറയുക, രാജ്യത്തെ കോടീശ്വരന്മാരിൽ ഒരാളാണ്, വലിയൊരു ആളാണ് അദ്ദേഹം. അദ്ദേഹം ചെലവാക്കിയ തുക അദ്ദേഹത്തിന്റെ ആകെയുള്ള വരുമാനത്തിന്റെ വളരെ വളരെ ചെറിയ ശതമാനമാണ് ചെലവഴിച്ചത്. അപ്പൊ അന്ന് നമ്മൾ ഒരുപാട് ചർച്ചകളും അങ്ങനെ ഒരുപാട് കമന്റ്സും കാണുകയുണ്ടായി. എന്തിനാണ് ഇത്രയും പൈസ ചെലവാക്കി കല്യാണം നടത്തിയത്, ഇതൊക്കെ ഒരു ആർഭാടമല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആർഭാടം. പക്ഷെ മുകേഷ് അംബാനിയുടെ കാര്യത്തില് ഈ ആർഭാടം വരുമ്പം ഇത് നമ്മുടെ രാജ്യത്തിന് എന്തൊക്കെ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ നോക്കണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ കല്യാണം നമ്മുടെ രാജ്യത്തിനൊരു ഗുണമായിരുന്നു, അതോ അതെ എന്താ പറയാ ആ ഒരു വ്യക്തിക്ക് മാത്രമുള്ള ഒരു നേട്ടമായിരുന്നു അതും കൊണ്ടുണ്ടായത്? ഓക്കെ, അപ്പോ 5000 കോടി മാർക്കറ്റിൽ ഇറങ്ങിയില്ലേ? അതെ ബഷീർ സർ.
ആ ഒരു മണി സർക്കുലേഷൻ നടന്നു അല്ലേ? അതെ. കാരണം അംബാനി ഈ എമൗണ്ട് മുഴുവൻ എടുത്ത് കയ്യിൽ വെച്ച് അദ്ദേഹം വെറുതെ ഇരിക്കുമായിരുന്നെങ്കിൽ ഒരിക്കലും അത്രയും കോടി രൂപ നമ്മുടെ മാർക്കറ്റിലേക്ക് ഇറങ്ങില്ല. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഒരിക്കലും ഈ തുകയെല്ലാം കൂടി ഒരു സ്ഥലത്ത് എടുത്ത് അടുക്കി വെച്ചത് കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഗുണമുണ്ടാവാൻ പോകുന്നില്ല. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് മണി സർക്കുലേഷൻ നടക്കണം. എന്താണ് ഈ മണി സർക്കുലേഷൻ? നമുക്ക് അംബാനിയുടെ കാര്യം തന്നെ എടുത്ത് നോക്കാം. അപ്പൊ അംബാനി തന്റെ ആ ഒരു ആസ്തിന്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രം ഉപയോഗിച്ച് നടത്തിയ ഈ കല്യാണം കൊണ്ട് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഈ ഒരു എന്താ പറയാ, ഈ ഒരു സമൂഹത്തിൽ നടന്ന മണി സർക്കുലേഷൻ എന്ന് പറയാം. ഇത് എന്തൊക്കെയാണ് നമ്മുടെ വിപണിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ, നമ്മുടെ മാർക്കറ്റിൽ എത്തിയ മാറ്റങ്ങൾ. മാർക്കറ്റിലേക്ക് എന്താ പറയാ, പണം ഒഴുകി എത്തി എന്ന് തന്നെ പറയാം. ഇഞ്ചക്ഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം അതിനെ. അപ്പൊ ഈ കല്യാണത്തിനായി അദ്ദേഹം ചെലവാക്കി കോടിക്കണക്കിന് രൂപ ഇത് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? ഇത് ഇന്ത്യ വിട്ടു പോയിട്ടില്ല. ഇത് നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ട് ഈ പണം. പല രീതിയിലേക്ക് കൈമാറി കൈമാറി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്. ആയിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിലും വരുമാനവും ആ സമയത്ത് ഈ ഒരു മാരേജിലൂടെ നേടാൻ പറ്റിയിട്ടുണ്ട്. കാരണം ആ മാരേജിന്റെ വീഡിയോ അല്ലെ പല രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വന്ന് അവർക്കറിയാം എത്ര ആൾക്കാർക്കാണ് അതിൽ നിന്ന് ജോബ് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം വലിയൊരു ഫംഗ്ഷൻ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അവരവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. വരുന്ന ആൾക്കാർക്ക് എന്താ പറയുക, താങ്ക് യു ഗിഫ്റ്റ്, അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിലും വലിയ വലിയ രീതിയിലാണ് അംബാനി ആ കല്യാണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരുപാട് പേർക്ക് ജോലി നൽകാൻ ആ കല്യാണത്തിൽ നിന്ന് പറ്റിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ഒരുപാട് ആർട്ടിസ്റ്റുകൾ, പിന്നെ ഇവന്റ് മാനേജ്മെന്റ്, ഡെക്കറേഷൻ, സെക്യൂരിറ്റി, ലൈറ്റിംഗ്, പിന്നെ കാറ്ററിംഗ് മേഖല, അങ്ങനെ ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ജോലി ലഭിച്ചു. കാരണം ഇത്രയും വലിയൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ വേണം. ആ അത്രയും ആൾക്കാർക്കുള്ള ഒരു ജോലിയാണ് അവിടെ ലഭിച്ചത്. പിന്നെ ഒരുപാട് നമ്മുടെ ഈ ഒരു മാരേജിന് വന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ മുകേഷ് അംബാനിനെ പോലെ തന്നെ അത്രയും വലിയ ബിസിനസ്സുകാരും അങ്ങനെയുള്ള ആൾക്കാരുമാണ് ആ മാരേജിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവർക്ക് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരമ്പര്യ നെയ്ത്തുകാര്, നമ്മുടെ കലാരൂപങ്ങള്, പിന്നെ എന്താ പറയാ, നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകള്, ആഭരണങ്ങള്, അങ്ങനെയെല്ലാം ആ സമയങ്ങളിലാണ് ഇത് എന്താ പറയാ പ്രിപ്പയർ ചെയ്ത് അല്ലെ മാനുഫാക്ചർ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്രയും മേഖലയിലുള്ള ആൾക്കാർക്ക് ജോബ് കിട്ടി എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഹോസ്പിറ്റാലിറ്റി സെക്ടർ ബൂസ്റ്റ് എന്ന് പറയും. ഈ ഒരു മാരേജ് നടക്കുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആ ഒരു ഏരിയ നമുക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഹോട്ടലുകൾ, നമ്മുടെ എന്താ പറയുക എയർപോർട്ട്, എയർലൈൻ മേഖലകൾ, പിന്നെ പ്രാദേശികമായിട്ട് നടക്കുന്ന മറ്റു ചില ട്രാൻസ്പോർട്ടേഷൻസ്, അതിനൊക്കെ നല്ല രീതിയിൽ ബിസിനസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ വന്ന ഗസ്റ്റുകൾ വന്ന് താമസിച്ചു, അത് മാത്രമല്ല അവിടെ ആ ഒരു ജോലി ചെയ്യാൻ നിൽക്കുന്നവർ, അവർ പുറത്തുനിന്ന് വന്നവരായിരിക്കാം, ആ പ്രദേശത്തുള്ളവരായിരിക്കാം, അവരൊക്കെ അവിടെ അത്രയും ദിവസം സ്റ്റേ ചെയ്യുമ്പം ആ ഒരു പ്രദേശത്തേക്കാണ് ആ എമൗണ്ട് മുഴുവൻ സർക്കുലേറ്റ് ചെയ്തു പോകുന്നത്. പിന്നെ ഒരു ഡെസ്റ്റിനേഷൻ ഇന്ത്യ, ഒരു വെഡിങ് ടൂറിസം, അതായത് ഇതിനു മുന്നേ ഉണ്ടായിരുന്ന നമ്മുടെ വിദേശത്തുള്ളവരും എല്ലാ ഒരു ലക്ഷറി അല്ലെങ്കിൽ അത്രയും ഒരു മില്യനയർ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും അവരുടെ മാരേജുകൾ യൂറോപ്യൻ കൺട്രീസിലും മറ്റു രാജ്യങ്ങളിലാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അംബാനി ഇവിടെ ചെയ്ത കാര്യം നമ്മുടെ രാജ്യത്ത് വെച്ച് തന്നെ ഈ ഒരു കല്യാണം നടത്തി. അപ്പോ പുറത്തുനിന്ന് നമ്മുടെ ആ ഒരു വേൾഡ് വൈഡ് നോക്കുമ്പോൾ ഓക്കെ നമുക്കപ്പോൾ ഇന്ത്യയിലും കല്യാണം നടത്താം. ഒരു ഗ്ലോബൽ വെഡിങ് ഹബ്ബായിട്ട് മുകേഷ് അംബാനി ഇപ്പൊ നമ്മുടെ ഇന്ത്യനെ മാറ്റിയത് കാരണം ഒരു മാരേജ് ഇവിടെ വെച്ച് കാണിച്ചു കൊടുത്തു. അപ്പൊ മറ്റൊരാൾക്ക് വേണമെങ്കിൽ നാളെ വന്നിട്ട് ഇതേപോലെ ഇവിടെ ചെയ്യാം. ഇത് ഭാവിയിൽ നമ്മുടെ ടൂറിസത്തിന് നല്ലൊരു വരുമാനം ഉണ്ടാക്കും, ഇങ്ങനെ ഒരു രീതിയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പൈസ കടം വാങ്ങി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെലവാക്കുന്നത് അത് തെറ്റായ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. എന്നാൽ നമ്മുടെ വരുമാനത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മുടെ പൈസ മാർക്കറ്റിലേക്ക് ചെലവാക്കി വിടുന്നത് അത് ഒരു മണി സർക്കുലേഷൻ. അതായത് നമ്മൾ ഈ പൈസ ചെലവാക്കുമ്പോൾ ഒരു 10 പേരുടെ ഉപജീവനത്തിനോ അല്ലെ 10 പേർക്ക് ഒരു ജോലി കിട്ടുന്നതിലേക്കോ മാറുന്നു. ഇതിപ്പം നാളെ ഞാനൊരു മാരേജ് നടത്തി കഴിഞ്ഞാൽ ഇങ്ങനെ വരണമെന്നില്ല. കാരണം മുകേഷ് അംബാനിന്റെ ആ ഒരു സ്ഥാനവും അദ്ദേഹത്തിന്റെ പവറും ഡിഫറെന്റ് ആണ്. കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. മാരേജ് എന്ന് പറയുന്നത് അങ്ങനെ നടത്തുന്നത് ഒരു മോശം കാര്യമായിട്ടല്ല. പക്ഷെ അത് മുകേഷ് അംബാനി നടത്തിയപ്പോൾ നമ്മുടെ രാജ്യത്തിന് വന്ന ഗുണങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിച്ചത്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച മണി സർക്കുലേഷൻ ആണ് കേട്ടോ. കാരണം ഈ മണി സർക്കുലേഷനെ പറ്റിയിട്ട് അങ്ങനെ അതുകൂടി നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ ഈ ഒരു ക്ലാസ് പൂർണ്ണമാവില്ലെന്ന് തോന്നി. കാരണം ഈ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം ആർക്കും ഒരു റോങ് ഇൻഫർമേഷൻ ആയിട്ട് പൈസ ചെലവാക്കരുത്, അങ്ങനെ ഒരു രീതിയിലേക്ക് പോകരുത്. നമ്മൾ പൈസ ചെലവാക്കണം, പൈസ മാർക്കറ്റിലേക്ക് ഇറങ്ങണം, എപ്പോഴും അത് നമ്മുടെ വരുമാന പരിധിയിൽ നിന്നുകൊണ്ടായിരിക്കണം.
അപ്പൊ മുകേഷ് അംബാനി ഈ ഒരു കല്യാണം നടത്തിയപ്പോൾ ഒരുപാട് പേർക്ക് ബിസിനസ് കിട്ടി. അതുപോലെ തന്നെ എത്രയോ എമൗണ്ട് ഇന്ത്യയിലേക്ക് വന്നു. അവിടെ വന്നിരിക്കുന്ന ഗസ്റ്റുകളെല്ലാവരും ആ ഒരു ലെവലിലുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അവര് കൊടുത്ത ആ ഗിഫ്റ്റുകൾക്ക് 1 രൂപ പോലും ടാക്സ് എടുക്കേണ്ടി വന്നിട്ടില്ല. എല്ലാം ഇന്ത്യയിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു മണി സർക്കുലേഷൻ മാർക്കറ്റിലേക്ക് നടത്താൻ വലിയ വലിയ ബിസിനസ്സുകാർക്ക് സാധിക്കും. അതുകൊണ്ടാണ് അവർ അവരുടെ ചെറിയ ഫംഗ്ഷനുകൾ അല്ലെങ്കിൽ വലിയ ഫംഗ്ഷൻ എന്തോ ആയിക്കോട്ടെ വലിയ രീതിയിലേക്ക് ആ മാരേജ് നടത്തുന്നത്. കാരണം മണി സർക്കുലേഷൻ നടക്കണം. പിന്നെ അവർക്ക് വേൾഡ് വൈഡ് അവർക്കൊരു എന്താ പറയാ ഒരു ഐഡന്റിറ്റി. അതായത് മുകേഷ് അംബാനി ഇങ്ങനെ ഇന്ത്യയിൽ ഒരു കല്യാണം നടത്തി എന്ന് പറയുമ്പോൾ വേൾഡ് വൈഡിൽ അയാൾക്ക് കിട്ടുന്ന ഒരു ബിസിനസ് ശ്രദ്ധ. നമുക്ക് ഒരേ സമയം തന്നെ പറയാം ബിസിനസ് പരമായ നേട്ടങ്ങളും കൂടി ഉദ്ദേശിച്ചിട്ടായിരിക്കും ഈ ഒരു കല്യാണം നടന്നിട്ടുണ്ടാവുക. അത് വലിയൊരു ബിസിനസ്സുകാരന്റെ കല്യാണത്തിന്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാ. നമ്മുടെ മാർക്കറ്റിനെ എത്രത്തോളം അത് സ്വാധീനിക്കുന്നു ഇങ്ങനെ ഒരു കല്യാണം നടത്തുമ്പോൾ. പക്ഷെ അത് നമ്മളൊരു കല്യാണം നടത്തുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കില്ല അത് നടക്കുന്നുണ്ടാവുക. അതാണ് അതിന്റെ ജസ്റ്റ് ഒരു ഡിഫറൻസ്. മണി സർക്കുലേഷന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വിഷയം എടുത്തിട്ടത്. അപ്പൊ ഇതിൽ സാധാരണക്കാരനും ഒരു സമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെയും കല്യാണം നടത്തുമ്പോഴുള്ള സാമ്പത്തികപരമായിട്ട് വരുന്ന ഒരു താരതമ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, സാധാരണക്കാരൻ എപ്പോഴും എന്താ പറയാ ഒരു ഗമ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗമ കാണിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പവർ കാണിക്കാൻ, എന്റെ മകളുടെ അല്ലെ മകന്റെ കല്യാണം ഞാൻ ഇത്ര അടിപൊളിയായിട്ട് നടത്തി, അല്ലെങ്കിൽ നാട്ടുകാരെ ഇപ്പൊ എന്താ പറയാ സമൂഹത്തിന്റെ മുന്നിൽ എനിക്ക് ഇത്രയും നല്ലൊരു വാല്യൂ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്, ഈ ഒരു കല്യാണത്തിലൂടെ എനിക്ക് ഇത്രയും നല്ലൊരു വാല്യൂ കിട്ടി, അങ്ങനെ ഒരു രീതിയിലായിരിക്കും സാധാരണക്കാരൻ ചിന്തിക്കുക. പക്ഷെ സമ്പന്നരായിട്ടുള്ള ഒരാളോ അയാൾക്ക് അതൊരു ബിസിനസ് നെറ്റ്വർക്കിംഗ് ആയിരിക്കും. ഇപ്പൊ മുകേഷ് അംബാനിക്കൊക്കെ ആ മാരേജ് എന്ന് പറയുന്ന ഒരു ബിസിനസ് നെറ്റ്വർക്കിംഗ് ആയിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ സാധാരണക്കാരന് പേഴ്സണലി അതൊരു കടമായി ബാധ്യതയായി മാറുമ്പോൾ അതിസമ്പന്നരായിട്ടുള്ള മുകേഷ് അംബാനി അല്ലെങ്കിൽ മറ്റേ ഞാൻ എന്ന് പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ ആ ഒരു വ്യക്തിന്റെയൊക്കെ കാര്യത്തിൽ അവരുടെ സമ്പത്ത്, നിലവിലുള്ള സമ്പത്ത് അവിടെ തന്നെയുണ്ട്. അവർ ഇതിനു വേണ്ടി ചെലവാക്കിയ തുക ഒരിക്കലും അവരുടെ ഓവറോൾ ഇൻകം അല്ലെ ഓവറോൾ സേവിങ്സ് ആയിരിക്കില്ല. ഇതിന്റെ ലാസ്റ്റ് കിട്ടുന്ന ഔട്ട്കം എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് അവരൊരു കടക്കണിയിലേക്ക് പോകുമ്പോൾ ഈ മുകേഷ് അംബാനി പോലെയുള്ള അല്ലെങ്കിൽ പോലെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കാൻ പറ്റും. നമ്മുടെ മാർക്കറ്റിൽ തന്നെ വലിയൊരു ചലനം ഉണ്ടാക്കാൻ ഇതിന് സാധിക്കും. അപ്പൊ ഇതാണ് മാരേജ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ പറ്റിയിട്ട്. ഈ മണി മാനേജ്മെന്റും മാരേജും നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് വർക്ക് ആവുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. അടുത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പിരമിഡ് ബിസിനസ് എന്ന് പറയും. അത് ഒരു എന്താ പറയാ പല രീതിയിൽ എടുക്കാം. കാരണം ചെയ്യുന്നവരുണ്ടാവും, അവർക്കൊരു പക്ഷേ ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മൾ അതിന്റെ ദോഷവശങ്ങളും അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അടുത്തത് ഇതുപോലെ തന്നെയുള്ള സ്കാമുകളെ പറ്റിയിട്ടാണ്. എങ്ങനെയാണ് ഓരോ സ്കാമുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇപ്പൊ കൂടുതൽ ഓൺലൈൻ തട്ടിപ്പുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ. അപ്പോ ഇവര് എങ്ങനെയാണ് ഈ തട്ടിപ്പുകൾ നടത്തുക എന്നുള്ളത് വെച്ചാല്, ഇപ്പൊ നമ്മൾ എല്ലാവരും ഗൂഗിൾ പേ അല്ലെ ഫോൺ പേ യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ ഈ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും QR കോഡ്. നമ്മൾ കടയിലൊക്കെ പോയി സാധനം വാങ്ങുമ്പോൾ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് എമൗണ്ട് കൊടുക്കുന്നത്. അപ്പൊ അതുപോലെ ഒരാൾ നമ്മളെ വിളിച്ചിട്ട് പറയാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ തരേണ്ട ആളാണ്, നിങ്ങളുടെ QR കോഡ് എന്താ പറയാ ഒന്ന് സ്കാൻ ചെയ്യണം എന്ന് പറയാണ്. അപ്പൊ നമ്മൾ അവർ തരുന്ന QR കോഡ് സ്കാൻ ചെയ്യും. അതായത് പേയ്മെന്റ് റിക്വസ്റ്റ് ആണ് വന്നിട്ടുള്ളത് നമ്മുടെ ഫോണിലേക്ക്. ആ പേയ്മെന്റ് റിക്വസ്റ്റിന്റെ ഒപ്പം അവർ തന്ന QR കോഡും കൂടി സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് മുഴുവൻ അവരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നു. ഒരുപക്ഷെ ആ ഒരു മൊമെന്റ് നമ്മൾ ചിന്തിക്കില്ല, പെട്ടെന്ന് ഹരിബറയിൽ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു രീതിയിലേക്ക് ഒരു തട്ടിപ്പിന് വേണ്ടിയിട്ടുള്ള ചാൻസ് ആണ് അവിടെ നമ്മൾ വഴിയൊരുക്കുന്നത്. പിന്നെ വേറൊരു തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ട് റിക്വസ്റ്റ് എന്ന് പറയും. നിങ്ങൾക്ക് പണം ലഭിക്കുമെന്നും പറഞ്ഞ് കോൾ വരും, മെസ്സേജ് വരും. അതിനുവേണ്ടി നിങ്ങൾ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പൊ നിങ്ങൾ പിൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതും നമ്മുടെ പൈസ നഷ്ടപ്പെടുത്തുന്ന മറ്റൊരു കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. പിന്നെ ഫേക്ക് സ്ക്രീൻഷോട്ട് വർക്ക് ആവുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കുറെ സ്ഥലങ്ങളിൽ കാണുന്നുണ്ട് ഫേക്ക് സ്ക്രീൻഷോട്ട്. നമുക്ക് പൈസ അയച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് അവർ അയച്ചു തരും. എന്നിട്ട് പറയും ഈ എമൗണ്ട് തിരിച്ചു കൊടുക്കാൻ. അപ്പൊ ഈ എല്ലാ കേസുകളിലും നമ്മൾ നോക്കേണ്ടത് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് വളരെ നന്നായി സൂക്ഷിക്കുക. ഈ സ്ക്രീൻഷോട്ട് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ ചെക്ക് ചെയ്യാം നമ്മുടെ അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അങ്ങനെ എമൗണ്ട് വന്നിട്ടുണ്ടോ എന്ന്. അതുപോലെ തന്നെ ഒരു കോളും നമ്മുടെ അടുത്തുനിന്ന് OTP ചോദിച്ചിട്ട് വരില്ല. അതിനുവേണ്ടി ഒരുപാട് അവയർനെസ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ അവയർനെസ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റുകൾ നമ്മുടെ ഗവൺമെന്റ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കളക്ഷൻ റിക്വസ്റ്റ് തട്ടിപ്പൊക്കെ നടക്കുന്നത് എന്താ പറയാ ഒരു
പേയ്മെന്റിന്റെ ഒരു റിക്വസ്റ്റ് അയച്ചിട്ട് നമ്മളോട് പറയുമായിരിക്കും നിങ്ങൾക്ക് പണം ലഭിച്ചു. അത് അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും പിൻ നമ്പർ ചോദിക്കുക. അപ്പൊ അവർ ഡയറക്റ്റ് ആയിട്ടായിരിക്കില്ല, ഇങ്ങനെ കുറച്ചു നേരം സംസാരിച്ച് നമ്മളെ ആ ഒരു രീതിയിലേക്ക് സൈക്കോളജിക്കലി അവർക്ക് അറിയാം എന്താണ് പറയേണ്ടത്, എന്ത് പറയുമ്പോഴാണ് നമ്മൾ അവിടെ വീഴുക. ആ രീതിയിൽ സംസാരിച്ചിട്ടായിരിക്കും അവർ തട്ടിപ്പ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടാവുക. ഇത് വലിയൊരു സ്കാം ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിലൊന്നും പോയി വീഴാതെ നമ്മൾ തന്നെ സൂക്ഷിക്കുക. ഇപ്പൊ UPI ഇടപാടുകളിലായിരിക്കും കൂടുതലും അത് നടക്കുന്നുണ്ടാവുക. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും പണം സ്വീകരിക്കാൻ നമ്മൾ പിൻ നമ്പർ അടിക്കേണ്ടതില്ല. അത് നമ്മൾ ഓർത്തു വെക്കുക. പണം അയക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പിൻ നമ്പർ കൊടുക്കേണ്ടി വരിക. ഇങ്ങോട്ട് വരുന്നതിന് പിൻ നമ്പറിന്റെ ആവശ്യമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ മണി സ്കാമിനെ പറ്റിയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ എടുത്തു തരാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ ബേസിക്സ് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. എങ്ങനെയാണ് ഇതിന്റെ തട്ടിപ്പുകൾ വർക്ക് ആവുന്നതെന്നും ഇതിൽ നിന്ന് നമുക്കുണ്ടാവുന്ന എങ്ങനെയാണ് അവർ നമ്മളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനെ പറ്റിയിട്ടാണ് ഇപ്പൊ ഞാനിവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പല രീതിയിലാണ് ഇത് വർക്ക് ആവുന്നത്. എന്താ പറയുക, റിമോട്ട് ആക്സസ് ആപ്പ് സ്കാം ഉണ്ട്. പല രീതിയിലുള്ള ആപ്പുകൾ അവർക്ക് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നമുക്ക് വരുന്ന ഒരുപാട് ലിങ്കുകൾ ഉണ്ടാവും. ആ ലിങ്കുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഫോൺ മുഴുവൻ ഹാക്ക് ചെയ്യപ്പെടും. അപ്പൊ നമുക്ക് വരുന്ന ഓരോ മെസ്സേജസും നമ്മൾ നോക്കുക, നമ്മുടെ ബാങ്കിൽ നിന്ന് തന്നെയാണോ അത് വരുന്നത്. ഒരുപക്ഷെ അതുപോലെ തോന്നിക്കുന്ന മറ്റേതെങ്കിലും ഒരു എന്താ പറയാ ഒരു ഇതായിരിക്കും അവർ യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് ബാങ്കിലൊക്കെ ചെന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ പറയും, ഒരിക്കലും അവര് ഒരു മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെയിൽ വഴിയോ ഒരു ഇടപാടുകൾ നടത്തൂല. അപ്പൊ ഏറ്റവും നല്ലത് നമുക്ക് ബാങ്കിൽ തന്നെ പോയിട്ട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും OTP പിൻ നമ്പർ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കരുത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓൾറെഡി 6:25 ആയിട്ടുണ്ട്. സംസാരിച്ച് ഞാൻ എൻ്റെ സെഷൻ ഇവിടെ നിർത്തുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഫീഡ്ബാക്കുകളോ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പൊ അത് എല്ലാവർക്കും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. താങ്ക് യു സോ മച്ച്. മാജിക് മണി, ഒരു സംശയം. മറ്റേ നമ്മളിപ്പോ ഓൺലൈനിൽ മറ്റേ കാണിക്കുന്നുണ്ട്, മറ്റേ സാധന റേറ്റ് വളരെ കുറച്ചിട്ടെങ്കിൽ അതിന്റെ ഒരു പ്രൊഡക്റ്റിന്റെ സാധനത്തിന്റെ പകുതിയിൽ താഴെ റേറ്റ് കാണിച്ചിട്ട് ഇപ്പൊ ഈ ഓഫർ ദിവസങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം തരുന്നുണ്ട്. നമ്മള് അതിൽ ഡെലിവറിക്ക് ശേഷം എന്ന് പറയുന്നില്ല, ആദ്യം തന്നെ പൈസ അടച്ചു കഴിഞ്ഞാൽ ആ സാധനം കിട്ടുള്ളൂ എന്നുള്ളൊരു, അത് ഞാൻ അറിയാതെ ആദ്യത്തിൽ ഞാനത് പെട്ടുപോയിരുന്നു. പിന്നെ അത് പെടലില്ല. അതിന്റെ എന്താ തട്ടിപ്പ് എന്താ എനിക്കറിയില്ല. അത് സാർ എനിക്ക് തോന്നുന്നത് ആ പ്രൊഡക്റ്റ് അവിടെ ആവശ്യത്തിനുണ്ടാവും. പക്ഷെ ഇനി ഇത്ര ദിവസമേ ഉള്ളൂ അല്ലെങ്കിൽ ഇനി നമ്മുടെ കയ്യിൽ ഇത്ര സ്റ്റോക്കേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയാ ഉള്ളിലൊരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു ത്വര വരും എന്ന് പറയും. ഓക്കെ, എന്നാ പിന്നെ ഇപ്പൊ തന്നെ വാങ്ങിയേക്കാം. ഞാനിത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു തരുമ്പോ ഇത്ര പെട്ടെന്ന് തീരും, അതാ ഈ ഓഫർ ഇപ്പൊ തീരും. നമുക്ക് ചില സമയത്ത് കാണാം നല്ല ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ഈ ഓഫറിൽ കാണുമ്പോൾ കുറച്ച് സമയം കൂടി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കയറി അങ്ങ് ഓർഡർ ചെയ്യും. കുറച്ച് 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ആ ഓഫർ അവിടെ തന്നെ ഉണ്ടാവും. അതെല്ലാം നമ്മുടെ ഒരു ഹ്യൂമൻ സൈക്കോളജിനെ അവർ യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ഓൺലൈൻ ബിസിനസ്സും എന്ത് ബിസിനസ് ആണെങ്കിലും അവർ അവിടെയെല്ലാം നമ്മുടെ ഒരു ഹ്യൂമൻ സൈക്കോളജിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ മാളിലൊക്കെ പോകുമ്പോൾ കാണാം ഇത്ര % ഓഫ് അല്ലെങ്കിൽ ബൈ 1 get 1 ഫ്രീ. ഞാനിതിൽ എപ്പോഴും എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. ഒരുപക്ഷെ എനിക്ക് ആവശ്യമുള്ളതോ അല്ലാത്തതോ ആവാം. ഒരെണ്ണം എടുത്ത് ഒരെണ്ണം ഫ്രീ, എന്നാ പിന്നെ ഒരെണ്ണം എടുത്തേക്കാം. നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്ത സാധനമാണ് അപ്പൊ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ വാങ്ങുന്നത്. അത് മറ്റൊരു രീതിയിൽ നമ്മൾ അവരെ എന്താ പറയാ, അത് മോശം കാര്യമല്ല, ബിസിനസ് ചെയ്യുന്നവർക്ക് അത് ആവശ്യമാണ്. ആ ഒരു കസ്റ്റമേഴ്സിനെ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു ഓഫർ ഇടണം. അതുപോലെ തന്നെ ഇത്ര ദിവസത്തേനെ ഉണ്ടാവുള്ളൂ ഓഫർ, അങ്ങനെ പറയുന്ന കാര്യം. നമ്മൾ ബൈ 1 get 1, അതൊക്കെ എനിക്കിത് മോശമാണെന്നല്ല തോന്നുന്നു. ഇപ്പം ഞാനൊക്കെ ഒരു ഡിറ്റർജന്റ് ഒക്കെ ബൈ 1 get 1 വാങ്ങി വെക്കുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളല്ല, ചില കാര്യങ്ങൾ നമ്മുടെ ലിസ്റ്റിൽ പോലും ഉണ്ടാവില്ല. ഓഫർ കണ്ടതുകൊണ്ട് മാത്രം വാങ്ങുന്ന ഒരു എന്താ പറയുക പ്രവണതയുണ്ട്. അതൊക്കെ ആ ഒരു ഹ്യൂമൻ സൈക്കോളജി യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സാർ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ് EMI. എന്താ പറയാ, ബൈ നൗ വറി ലേറ്റർ എന്ന് പറയും. നമുക്ക് കാര്യം ഇപ്പം നടക്കും, പക്ഷെ നമ്മൾ EMI അടച്ചുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി അവർ കൺവിൻസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഇപ്പൊ നിങ്ങൾക്ക് ഇത്ര രൂപ അടച്ചാൽ മതി ഡൗൺ പേയ്മെന്റ്, ബാക്കി മൊത്തം ഫ്രീ ആ. ചില കേസുകളിൽ ഡൗൺ പേയ്മെന്റും ഇല്ല. അപ്പൊ നമുക്കിപ്പോ വേണമെങ്കിൽ എന്താ പറയാ ഐഫോൺ വാങ്ങാം, എന്ത് വേണമെങ്കിലും വാങ്ങാം. നമുക്കിപ്പൊ തന്നെ സംഭവം കിട്ടും. പക്ഷെ നമ്മൾ അതിന്റെ EMI അടയ്ക്കുന്നത് വരും വർഷങ്ങളിലായിരിക്കും. എത്രയോ വർഷങ്ങൾ പിന്നെ അതിന്റെ EMI അടയ്ക്കുന്നുണ്ടാവും. ഇതൊക്കെ നമ്മുടെ ആ ഒരു സാധനങ്ങൾ വാങ്ങാനുള്ള നമ്മുടെ ഒരു ഇഷ്ടത്തെയും നമ്മുടെ മൈൻഡിനെയൊക്കെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങുന്നത് നമ്മുടെ മൈൻഡിന് ഒരു ഹാപ്പിനെസ് കിട്ടും. അന്നേരം ആ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ സാധനം വാങ്ങും.
പക്ഷെ മുന്നോട്ടുള്ള ജീവിതത്തിൽ EMI അടയ്ക്കുമ്പോൾ അല്ലെ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനോടായിരിക്കും ഒരു പക്ഷെ നമുക്ക് ദേഷ്യം തോന്നുന്നത്, ഇതൊന്ന് വാങ്ങണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നിപ്പോ. അത് ഫ്ലിപ്കാർട്ടിന്റെ പരസ്യമായി കൊടുക്കുന്നത്. അപ്പൊ അത് ഇത്രയും കമ്പനി കൊടുക്കുമ്പോൾ നമുക്കത് സംശയങ്ങൾ വരുന്നില്ല, കാരണം കറക്റ്റ് ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതെ, അങ്ങനെ ഒരു ഓഫർ ഇട്ട് കഴിയുമ്പോൾ അവർക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കപ്പെടും എന്നാണ് എനിക്ക് മനസ്സിലായ കാര്യം. കാരണം ഓഫർ കാണുമ്പോഴാണല്ലോ ഈ ഞാനടക്കമുള്ള എല്ലാവരും ഓഫർ ഉണ്ട്, ഇത് കടയിൽ പോയി വാങ്ങി എത്ര രൂപയുള്ളൂ, പക്ഷെ ഇവിടുന്ന് വാങ്ങുമ്പോൾ ഇത്ര രൂപയ്ക്കുള്ളിൽ കിട്ടും. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് കാരണം അവർക്ക് കൂടുതലായിട്ട് അവിടെ ബിസിനസ് നടക്കും. താങ്ക് യു, നന്നായിട്ട്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. എനിക്ക് തോന്നുന്നു ഈ മുസ്തഫ ഇപ്പൊ ചോദിച്ച ചോദ്യത്തില് ഈ ഫേസ്ബുക്കിൽ വരുന്നുണ്ട് ഒരു പരസ്യം, ഫേസ്ബുക്ക് ഹാഡില്. അപ്പൊ അതില് ഫ്ലിപ്കാർട്ടിന്റെ ലേബലായിരിക്കും വരിക, പക്ഷെ ഫ്ലിപ്കാർട്ട് അല്ല ഇത്. അപ്പൊ ഫ്ലിപ്കാർട്ടിന്റെ കൊടുക്കണുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെ ഒറിജിനൽ ആപ്പിൽ പോയാൽ നമുക്ക് ചെക്ക് ചെയ്താൽ കിട്ടും. അവർ കൊടുക്കുന്ന എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കും. അതെ, ഫ്ലിപ്കാർട്ടിന്റെ ആണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. ഫ്ലിപ്കാർട്ടിന്റെ അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല, നിങ്ങൾ ആദ്യം ക്യാഷ് അടക്കേണ്ടി വരും. അപ്പൊ അത് തട്ടിപ്പാണ്. അപ്പൊ അതിലിപ്പോ ഞാൻ കുറെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് 450 രൂപക്ക് ഇലക്ട്രിക് ഫാന്. അത് ഇലക്ട്രിക് ഫാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും ചുരുങ്ങിയത് 3500 രൂപ 4000 രൂപക്ക് വിലയുള്ള സാധനം വെറും 450 രൂപക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ പോയി കിട്ടും. നമുക്ക് ചിന്തിച്ചാൽ അറിയാം അതൊരിക്കലും നടക്കൂല. അതേമാതിരി തന്നെ പിന്നെ ഈ ഫേസ്ബുക്കില് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോവേഴ്സിനെ കൂട്ടിയെടുക്കുക. അപ്പോൾ 100 ഫോളോവേഴ്സിന് ഇത്ര രൂപ എന്ന് ചില ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ പരസ്യം വരും. അപ്പൊ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഉദാഹരണത്തിന് 1000 ആളുകൾക്ക് ഇത്ര രൂപ എന്നൊരു കണക്കുണ്ട്. ആ കണക്കിന്റെ കൂടുതലായിട്ട് ഒരാള് നമുക്ക് ഓഫർ തരാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് 100 രൂപക്ക് 1000 പേരെന്നൊക്കെ ഓഫർ തരാണെങ്കിൽ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നതല്ല. അങ്ങനെ ഒരു ആപ്പ് ലോകത്തിലില്ല. അത് തട്ടിപ്പാണ്. അപ്പൊ നമ്മളെ പൈസ അടച്ചു കഴിഞ്ഞാൽ ആ പൈസ പോയി കിട്ടും. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കണത് ഇത് പോസിബിൾ ആണോ എന്ന് നമ്മൾക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാം. പോസിബിൾ ആണെങ്കിൽ അതിന്റെ ഒറിജിനൽ ഇപ്പൊ ഇവിടെയൊക്കെ നമ്മളെ നാട്ടിലൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ കൊടുക്കലുണ്ട് വേണമെങ്കിൽ ഫോളോവേഴ്സിനെ ആവശ്യമുള്ളവർക്ക്. പക്ഷെ അതെന്താ അറിയോ, അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന്റെ അപ്പുറം പോകാൻ കഴിയൂല. അപ്പൊ അതൊക്കെ 450 റുപ്യക്ക് എന്തായാലും ഇലക്ട്രിക് ഫാൻ വാങ്ങാൻ കിട്ടൂല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സത്യമാണ്. പിന്നെ എന്തിനാ വെറുതെ അതിൽ പോയി പെടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കി ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു മാത്രം കൂട്ടത്തില്. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരുപാട് ആളുകൾക്ക് ഇതിനെ കുറിച്ചൊരു ബോധം വരാൻ രീതിയിൽ തന്നെ അത് പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു ശ്രീകൃഷ്ണ. താങ്ക് യു റസാഖ് സർ, താങ്ക് യു സോ മച്ച്. ഹായ്, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് ബഷീർ സർ. ശേഷം നല്ല ക്ലാസ് ആണ് കേട്ടോ, എല്ലാവരും അറിയേണ്ട ഒരു ക്ലാസ് ആണ്. താങ്ക് യു സർ, താങ്ക് യു സോ നല്ല മച്ച്. നല്ല ശ്രീകൃഷ്ണ നല്ല ഹോംവർക്ക് ചെയ്തിട്ട് ചെയ്തതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. എല്ലാവരും ഇപ്പൊ കല്യാണ ചെലവുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുക. നമ്മൾക്കുള്ള മെയിൻ ആയിട്ടുള്ള സംഭവം കമ്പാരിസനാണ്. അവിടാണ് നമ്മൾ പെട്ടുപോകുന്നത്. അവിടെ ഞാൻ എൻ്റെ ബഡ്ജറ്റ് എത്രയാണ്? അംബാനി കല്യാണം കഴിച്ച അയാളെ ക്യാപിറ്റലിന്റെ ജസ്റ്റ് 0.5%. ഞാനത് 50 ലക്ഷം ഉള്ള ആള് അതേമാതിരി 10 ലക്ഷം 15 ലക്ഷം കല്യാണത്തിന് ഉപയോഗിച്ചാൽ എന്റെ ക്യാപിറ്റലിന്റെ എത്ര പോണത്? അപ്പൊ അത് നമ്മൾ ആലോചിക്കുക. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓ, എല്ലാം നമ്മൾ കമ്പാരിസന്റെ പിന്നാലെ പോവാതിരിക്കുക. വരുമാനം എത്ര അതിന്റെ അടിയിൽ ചെലവാക്കിക്കൊണ്ടിരിക. ലൈഫ് സിമ്പിളായിട്ട് പോവാം. ലൈഫ് നമ്മൾ തന്നെയാണ് ലൈഫിനെ കഷ്ടപ്പാടിലാക്കുന്നത്. നമ്മൾ കൺട്രോൾ ചെയ്താൽ നമ്മളെ ലൈഫ് സുന്ദരമാവും. ഓക്കെ, താങ്ക് യു. നല്ല ക്ലാസ്. ഇവിടെ പിന്നെ ആ പ്രശ്നമില്ല കേട്ടോ. ഇവിടെ പെൺവീട്ടുകാർക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടത്താം, ആൺവീട്ടുകാർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ. പൈസ ഉള്ളവർക്ക് പൈസ ഉള്ള രീതിയിൽ നടത്താം, ഇല്ലാത്തവർക്ക് ഇല്ലാത്ത. പക്ഷെ പൊതുവെ നമ്മളെ ആളുകൾക്ക് മുസ്ലിങ്ങൾക്കാണെങ്കിൽ മിക്കവാറും അത് ഒറിജിനൽ കല്യാണം അഥവാ കാനാത്ത് എന്ന് പറഞ്ഞ സംഭവം പള്ളിയിൽ വെച്ചായിരിക്കും നടക്കുക. അപ്പൊ പിന്നെ ബാക്കിയുള്ളൊന്നും പ്രശ്നമില്ല. കാരണം ഈ ചെക്കന്റെ കൂട്ട ഉള്ള ആളുകളൊക്കെ പള്ളിയിലേക്കായിരിക്കും പോവുക.
ചെക്കൻ്റെ കൂടെ പോകുന്ന ആളുകൾ 100 ആളാണെങ്കിലും 200 ആളാണെങ്കിലും അവർ പള്ളിയിലേക്കായിരിക്കും പോവുക. അപ്പൊ വീടുമായി ഒരു ബന്ധം ഉണ്ടാവില്ല. വീട്ടിലേക്ക് വേണമെങ്കിൽ പോയാൽ മതി, വേണ്ടെങ്കിൽ പോകണ്ട, അത്രേ ഉള്ളൂ. നിർബന്ധമൊന്നുമില്ല. അപ്പൊ വീട്ടിൽ ഇത്ര സംഭവം വേണം, അവിടെ അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊന്നും റിഫ്ലക്ടർ പറയേണ്ട സ്റ്റെക്ക് ആവശ്യമില്ല. ആയിട്ടുണ്ട് പിന്നെ മീഡിയ. ഈ കാര്യം ഫോട്ടോഷൂട്ടിന് ഇപ്പത്തെ ഒരു ട്രെൻഡ് പറഞ്ഞാൽ ഓടിട്ട ഞങ്ങളുടെ നാട്ടിലേക്ക് ഓടിട്ട വീടാണ് ട്രെൻഡ്. സർ വോയിസ് ഇടയ്ക്ക് അപ്പൊ സ്റ്റെക്ക് ഓടിട്ട ആവുന്നുണ്ട്. വീട്ടില് ഫോട്ടോഷൂട്ട് പറഞ്ഞു മാത്രം. ഓക്കെ ഓക്കെ എന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണോന്ന് അറിയില്ല. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല ഇല്ല. ഇല്ല, കട്ടായി പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ 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 പറഞ്ഞോളൂ. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? മാജിക് മോർണിംഗ് കൃഷ്ണ, നല്ല ഗുഡ് മോർണിംഗ് ക്ലാസ് സർ. തന്നെയായിരുന്നു. എന്നും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അവതരിപ്പിച്ചത്. അപ്പൊ ഇന്നിപ്പം മണി ആൻഡ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും അതുപോലെ മണി സർക്കുലേഷനെ പറ്റിയിട്ടാണ് ഉള്ളത്. അതുപോലെ നമ്മളെ മാരേജിന് ആർഭാടം കൂടുതലാകുമ്പോഴുള്ള വിഷമങ്ങൾ നമ്മളെങ്ങനെയായിരുന്നു, അതുപോലെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അതിൻ്റെയൊക്കെ സ്കാമിനെ പറ്റിയിട്ടും വളരെ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊരു മുൻകരുതലായിട്ട് എടുക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ലൈഫ് കുറച്ചും കൂടി സ്മൂത്തായിട്ട് പോകാൻ ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. മാരേജിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പെൺവീട്ടുകാർക്കാണ് കൂടുതൽ ബാധ്യത വരുന്നത്. ഓർണമെന്റ്സിന്റെ കാര്യം അവർക്കാണല്ലോ ഉള്ളത്. അപ്പൊ ആണ് പെണ്ണെന്നുള്ള ഒരു വ്യത്യാസം വരാറുണ്ട്. അതുപോലെ തന്നെ മാരേജ് എങ്ങനെ വേണമെങ്കിൽ നടത്താന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് മാരേജിന്റെ അയാളൊരു പ്രത്യേക ക്യാരക്ടർ ആയതിനെ കൊണ്ട് മാത്രമാണ് രജിസ്റ്റർ ആയിട്ട് മാരേജ് ചെയ്തു. ഒരു 6 പഴം പൊരിച്ചതും 6 ചായയും, അത്രേ ഉള്ളൂ. അതോടെ കഴിഞ്ഞു. വേറെ ഫംഗ്ഷൻ ഒന്നുമില്ല. അതുപോലെ പല ആൾക്കാരും നല്ല ഹോളിലെല്ലാം ചെയ്തിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ പല ഇതായാലും ശരി, നമ്മൾ സ്കാമെല്ലാം വരുമ്പോ ഒന്ന് കോഷ്യസ് ആയിരിക്കേണ്ടതുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇതിനെല്ലാം ഉപകരിച്ചിട്ടുണ്ട്. നമുക്കൊരു ഐ ഓപ്പണർ ആയിട്ട് വീക്കാണ്. നന്നായിരുന്നു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. വിധുബാല മാം അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞോളൂ മാം. സിസ്റ്റർ 47. ഓക്കെ, അപ്പോ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. മാം പറയുന്നുണ്ടോ? മാം അൺമ്യൂട്ട് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. കൃഷ്ണ മാം നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ഓരോ ദിവസവും ക്ലാസ് ഒരു പടിക്ക് മേളിൽ നല്ല മെച്ചപ്പെടുത്തി കൊണ്ടുവരികയാണ്. നല്ല ഒരു ടോപ്പിക്കും തന്നെയാണ് സെലക്ട് ചെയ്തത്. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു ഷൈനി മാം. താങ്ക് യു സോ മച്ച്. ഓൾറെഡി 6:37 ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്നെ ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു എവറി വൺ. താങ്ക് യു സോ മച്ച്. See you tomorrow. Thank you, Krishna. Thank you all. Thank you all.